നമസ്കാരം, ഞാൻ ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലെ കാറ്ററാക്ട്, ഗ്ലോക്കോമ ആൻഡ് ലാസിക് സർജൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ. ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, എല്ലാ പേഷ്യൻസിനും ഒരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പേടിയും ടെൻഷനും ഉണ്ടാവും. അതൊന്ന് കുറയ്ക്കാനും ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് കാണിക്കാനും ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. സോ പ്ലീസ് കം വിത്ത് മീ. അപ്പോൾ ഇതാണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ എൻട്രി. ഇതാണ് നമ്മുടെ ലെൻസസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. ഇവിടെയൊക്കെയാണ് നമ്മുടെ പേഷ്യൻസ് സർജറിയുടെ മുമ്പ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് ഡെഫിനറ്റ്ലി നമ്മൾ ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്തു, ക്യാപ്പ് ഇട്ടിട്ടുണ്ട്, മാസ്ക് ഇട്ടിട്ടുണ്ട്. ഹൈജീൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പ്ലീസ് കം. അപ്പോ ഇവിടെ ആണ് നമ്മുടെ റിക്കവറി റൂം ഉള്ളത്. ഓപ്പറേഷന് ശേഷം പേഷ്യൻസിനെ നമ്മൾ അങ്ങോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെയാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ക്ലീൻ ചെയ്യുന്ന സ്ഥലം. നേരത്തെ പറഞ്ഞ പോലെ ഹൈജീൻ ഡെഫിനറ്റ്ലി വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ഇത്. വരും. അപ്പോൾ ഞങ്ങളുടെ ഐ ഹോസ്പിറ്റലിൽ 3 ഓപ്പറേഷൻ തിയേറ്റർ ആണുള്ളത്. OT 1, 2 and 3. OT 2 and OT 3 കേസ് ഓൾറെഡി കഴിഞ്ഞു. OT 1 കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് അതർ OT ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്റർ എല്ലാം കണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോസ്റ്റ് കോമൺ ആയിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ നമ്മൾ തിമിരം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ കണ്ണിന്റെ പ്രഷർ കുറയ്ക്കാനുള്ള ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ കോങ്കണ്ണിന്റെ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്, നരമ്പിന്റെ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പോള എന്ന് പറഞ്ഞ ലിഡ്സ് താഴുമ്പോൾ അത് പൊക്കാനുള്ള ഓപ്പറേഷനും ചെയ്യുന്നുണ്ട്. A to Z കണ്ണിന്റെ എല്ലാ സർജറീസും നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് ചെയ്യുന്നത് തിമിരത്തിന്റെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ തിമിരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രായം കൂടിയ തിമിരാണ് ഉള്ളതെന്ന് എല്ലാവരും വിചാരിക്കുന്നത്. അതാണ് മോസ്റ്റ് കോമൺ കാറ്ററാക്ട്, ഏജ് റിലേറ്റഡ് കാറ്ററാക്ട് എന്ന് പറയും, പ്രായം കൂടി വരുന്ന തിമിരം. പക്ഷെ അതേപോലെ തന്നെ ആണ് ഈ തിമിരം കുട്ടികളുടെയും വരാം. അതിന് നമ്മൾ കഞ്ചനൈറ്റൽ കാറ്ററാക്ട് എന്ന് പറയും. ചിലപ്പോൾ കണ്ണിൽ എന്തെങ്കിലും അടി തട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലോ സ്റ്റിക്കോ എന്തെങ്കിലും തട്ടുമ്പോൾ അവർക്കും കാറ്ററാക്ട് വരാം. അതിനെ നമ്മൾ ട്രോമാറ്റിക് കാറ്ററാക്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ കാറ്ററാക്ട്സ് ഉണ്ട്. പക്ഷെ മോസ്റ്റ് കോമൺ കാറ്ററാക്ട് ഞാൻ പറഞ്ഞ പോലെ പ്രായത്തിന്റെയാണ്. അതിന്റെ ആയിരിക്കും നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് ചെയ്യുന്ന സർജറി. ഇവിടെ ബാക്കി സർജറീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാറ്ററാക്ട് സർജറിയിൽ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ കാണിക്കുന്നത്. ഇതിനാണ് ഫേക്കോമൾസിഫിക്കേഷൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ കുറെ വീഡിയോസിൽ കീ ഹോൾ സർജറി ആണ്, വിഷൻ ഇമ്മീഡിയറ്റ് റിക്കവറി ആണ്, നെക്സ്റ്റ് ഡേ തന്നെ വരും, പെയിൻ ഉണ്ടാവില്ല, ഇഞ്ചക്ഷൻ ഉണ്ടാവില്ല, ഡ്രോപ്സ് ഒഴിച്ചിട്ടാണ് ചെയ്യുക. അതെല്ലാം നമ്മൾ ഈ മെഷീൻ കൊണ്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ചും സർജറീസിനെ കുറിച്ചും ഒക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കലും ഒരു ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തും ഞാനിപ്പോൾ സംസാരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം, നമുക്ക് അങ്ങോട്ടും സംസാരിക്കാം. അപ്പോൾ 10-15 മിനിറ്റ് ഓപ്പറേഷൻ ഉണ്ടായിരിക്കുള്ളൂ. വേദനയും ഇഞ്ചക്ഷനും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പോയിന്റ് എന്താ പറയുക, ഒരു പേടി കാരണം കൊണ്ട് ഒരിക്കലും നമ്മൾ ഓപ്പറേഷൻ ലേറ്റാക്കി കൊണ്ടുപോകരുത്. എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ, അത് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ, തിമിരം ഉണ്ടെങ്കിൽ അതിന് ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ട്രീറ്റ്മെന്റ്.